ഇടുക്കി ചിന്നക്കനാലിൽ പരസ്പരം കൊമ്പ് കോർത്ത് കൊമ്പന്മാർ മുരുവാലനും ചക്കക്കൊമ്പനുമാണ് കൊമ്പ് കോർത്തത്. ഇതിൽ ഗുരുതരമായ പരിക്കേറ്റ മുരുവാലിന് ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, ഇപ്പോൾ ഈ മുരുവാലിന്റെ ചികിത്സ എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ലിബീഷ്, ഈ ഓഗസ്റ്റ് 21-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആനയും മുറിവാലൻ ആനയും അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനുമായിരുന്നു സിംഗകണ്ഠത്ത് വെച്ച് ഏറ്റുമുട്ടിയത്. ഇവര് സ്ഥിരമായി ഇത്തരത്തിൽ ഏറ്റുമുട്ടാറുണ്ട്. ഈ അരിക്കൊമ്പൻ പോയ ശേഷം കട്ടിലെ ഇരുവരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുന്നത് സ്ഥിരമുള്ള കാഴ്ചയാണെന്ന് തന്നെയാണ് വനവകുപ്പ് പറയുന്നത്. ഇതിൽ 21-ാം തീയതി ഏറ്റുമുട്ടിയ ശേഷം ഈ മുറിവാലൻ കൊമ്പന്റെ കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതെല്ലാം തന്നെ കറക്റ്റ് വനവകുപ്പ് കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെയായിരുന്നു ഈ മുറിവാലൻ 60 ഏക്കർ ഭാഗത്ത്, അതായത് ചിന്നക്കനാലിന്റെ മലമുകൾ ഭാഗമാണ് 60 ഏക്കർ ഭാഗം എന്ന് പറയുന്ന സ്ഥലം. ഈ 60 ഏക്കർ ഭാഗത്ത് എത്തുകയായിരുന്നു. 60 ഏക്കർ ഭാഗത്ത് എത്തുകയും തുടർന്ന് ഈ വനവകുപ്പ് കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ നടന്നും ആഹാരം എല്ലാം എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയോടെ ആന ഈ 60 ഏക്കർ ഭാഗത്ത് അവശ്യ നിലയിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് വനവകുപ്പ് വാച്ചർമാർ എല്ലാ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ റേഞ്ച് ഓഫീസർ വിജി, അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർ അനുരാജും എല്ലാം തന്നെ സ്ഥലത്തെത്തി. ഇപ്പോൾ ആനയ്ക്ക് വേണ്ട ആന്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. ആന ആവശ്യങ്ങളിൽ തന്നെ കിടക്കുകയാണ്. ഏതായാലും ആനനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നു വരുന്നത്. കൂടാതെ ആനയ്ക്ക് വെള്ളം എല്ലാം തന്നെ ഈ വനത്തിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചു നൽകുന്നുണ്ട്. ഏതായാലും ആന്റിബയോട്ടിക് നൽകിയിട്ടുണ്ട്. കാലിന് ഗുരുതര പരിക്കാണ്. ദേഹത്താസകലം ചെറിയ രീതിയിലുള്ള പരിക്കുമുണ്ട്. ഇവർ സ്ഥിരമായി തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം സമീപകാലമായി തന്നെ ഉള്ളതെന്ന് തന്നെയാണ് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ആനയെ എണ്ണിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ആനയെ തണുപ്പിക്കാനുള്ള ദേഹത്ത് വെള്ളമെല്ലാം കൊണ്ടുവന്ന് ദേഹം തണുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആനയെ എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു നടപടിക്രമമായിട്ടാണ് ഇപ്പോൾ ഈ വനവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഗിരീഷ്. ഇപ്പം നിലവിൽ ഇന്നലെ മുതലേ ആന വീക്കായത്. ഇന്ന് രാവിലെയോടെ അത് നിലത്ത് വീണു. അപ്പം നമ്മളിപ്പം 7 ദിവസം നിർദ്ദേശം പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം തുറന്ന് ആനയുടെ ആരോഗ്യം നിരീക്ഷിച്ച ശേഷം തുറന്ന നടപടികൾ സ്വീകരിക്കും. ഇവരിപ്പം 2 ടസ്കേഴ്സാണ് ഇവിടെ ഉള്ളത്, മുറിവാലിനും ചക്കക്കൊമ്പനും. ഫൈറ്റ് യൂഷ്വലായിട്ട് ഉണ്ടാകാറുള്ളതാണ്. ഇപ്പം ഓഗസ്റ്റ് 21 നൈറ്റിനാണ് വലിയ ഫൈറ്റ് ഉണ്ടായത് രാത്രിയിൽ. അപ്പം അതിനുശേഷം സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യാനുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഹെൽത്തി ആയിട്ട് ആൾ നടന്നിരുന്നതാണ്. 2 ദിവസം മുമ്പ് വീക്കായി തുടങ്ങി, ചെറിയൊരു മുടന്ത്. അപ്പോൾ ഇന്നലെയോടുകൂടി നമ്മൾ വീക്ക്നെസ് കണ്ടപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർ വന്നു. ഇന്ന് രാവിലെ നിലത്ത് വീഴുകയുണ്ടായി.